ഇബ്രാഹിം, കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തേക്ക് പോയ ആദ്യകാലം കേരള കോൺഗ്രസിന്റെ പ്രഭാവത്തിൽ കോട്ടയം തന്നെ ചോദിപ്പിച്ചെടുത്തു CPM. പക്ഷേ പിന്നീട് എന്താ സംഭവിച്ചത്? അത് ഒരു നാച്ചുറൽ ചോയ്സ് അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ കേരള കോൺഗ്രസിന്റെ ശക്തി ക്ഷയിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണോ? കേരള കോൺഗ്രസിന്റെ ശക്തി ക്ഷയിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഒരു മധ്യവർഗം അതിപ്പോഴും മധ്യതിരുവിതാംകൂറിൽ പ്രസക്തം തന്നെയാണ്. പോപ്പുലേഷനൊക്കെ കുറഞ്ഞു, പുതിയ തലമുറയില്ല, മൈഗ്രേഷൻ വളരെ കൂടി, മലയോര മേഖലയിലെ കർഷകരെല്ലാം പടിയിറങ്ങാൻ തുടങ്ങി. ഇതൊക്കെ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ നിൽക്കുന്നെങ്കിൽ പോലും ഒരു കടുത്ത രാഷ്ട്രീയ സ്വഭാവമില്ലാത്ത ആളുകൾ ചൂസ് ചെയ്യുന്ന ഒരു ചിഹ്നമായി കേരള കോൺഗ്രസ് ഇപ്പോഴും ഏറെക്കുറെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മധ്യതിരുവിതാംകൂറിൽ ഒരു പൊതുസ്വഭാവം വെച്ചിട്ട് വലിയ രാഷ്ട്രീയ പ്രബുദ്ധത മുൻനിർത്തിയുള്ള ചർച്ചകളോ തീരുമാനങ്ങളോ ഉണ്ടാകുന്നതിന് പകരം, അങ്ങനെ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, അതിനോടൊപ്പം തന്നെ ഈ വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യുന്ന, വ്യക്തികളെ ബേസ് ചെയ്തിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന സംസ്കാരമുണ്ട്. അങ്ങനെയാണല്ലോ കയ്യമ്മാണിക്കൊക്കെ ഒരു കൾട്ട് ഫിഗറായിട്ട് അവിടെ എമർജ് ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ ആ സ്വഭാവം അവിടെയുണ്ട്. അത്തരം വോട്ടുകൾ തീർച്ചയായിട്ടും സമാഹരിക്കാൻ ജോസ് കെ മാണിക്ക് ഇപ്പോഴും കഴിയുന്നുണ്ട്. കാരണം സംഘടനാ വൈഭവമുള്ള പാർട്ടി ഇപ്പോഴും കേരള കോൺഗ്രസുകളുടെ കൂട്ടത്തിൽ മാണി ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷേ കെ മാണി ഉള്ള കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കമാൻഡിങ് പവറുണ്ട്. കെ മാണി എന്ന് പറയുന്ന വലിയൊരു അധികാരം അവിടെ നിൽക്കുകയാണ് പാലായിൽ. അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം എല്ലാ കാലത്തും പാലായാണ്. പക്ഷേ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അദ്ദേഹത്തെക്കാൾ തലമുതിർന്ന, അദ്ദേഹത്തെക്കാൾ പാരമ്പര്യമുള്ള നേതാക്കളുണ്ട്. PJ ജോസഫ് പോയപ്പോൾ പിളർന്നു പോയവരുണ്ട്. ഇപ്പോഴും ഈ പറയുന്നത് ഇങ്ങനെ പിളർന്നാൽ ഇനി ഇതിൽ രാഷ്ട്രീയമില്ല എന്ന് കണ്ട് മറ്റു രാഷ്ട്രീയത്തിലേക്ക് പോയവരുണ്ട്. അങ്ങ് തന്നെ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ അവർക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടായ തിരിച്ചടിയെക്കുറിച്ച്. ആ നിലയ്ക്ക് വോട്ട് ചോർച്ച ഒരിക്കലും കേരള കോൺഗ്രസിന് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ ഈ നമ്മളെപ്പോഴും ഈ മുതിർന്ന നേതാക്കളെന്ന് പറയും, അങ്ങനെ മുതിരേണ്ട കാര്യമുണ്ടോ? കാരണം പ്രായം കൂടുന്തോറും വിവേകം കൂടുമെന്നൊക്കെയുള്ളൊരു മിഥ്യാധാരണയായിട്ട് എനിക്ക് തോന്നിയത്. വിഡ്ഢിത്തരം കൂടുന്നു എന്ന് നമുക്ക് കുറച്ചുകൂടി ലോജിക്കായിട്ട് പറയാൻ കഴിയും. അത് ഞാൻ പറഞ്ഞത് പ്രായം കൂടിയ നേതാക്കളാൽ നയിക്കപ്പെടണമെന്നൊക്കെ ഉള്ളത് പണ്ടത്തെ ഒരു സങ്കല്പമാണ്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം ജോസ് കെ മാണി അദ്ദേഹം ഒരു പ്രൊഫഷണൽ ആയിരുന്നു. ആ പ്രൊഫഷണൽ സമീപനം സംഘടനാ ലെവലിലുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഇപ്പം തന്നെ നമ്മൾ നോക്കൂ, ഈ കേരള കോൺഗ്രസുകളിലെ ലീഡ് ചെയ്യുന്ന ആരാണ്? അനൂപ് ജേക്കബ്, അല്ലെങ്കിൽ ഗണേഷ് കുമാർ, ഇപ്പോൾ PJ ജോസഫ് മാറി അദ്ദേഹത്തിൻ്റെ മകൻ, അവരുടെ എല്ലാം പ്രായം ഏറെക്കുറെ ഒരുപോലെ തന്നെയല്ലേ? അങ്ങനെ മുതിർന്ന നേതാക്കൾ ഈ പുതിയ കാലത്തെ അഡ്രസ്സ് ചെയ്യാൻ പര്യാപ്തരല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, മറ്റു പാർട്ടികളുടെ ഞാൻ പറയുന്നില്ല. കേരള കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് ഈ കാലിൻ്റെ ചോട്ടിലെ മണ്ണ് ഒഴുകിപ്പോയത് തിരിച്ചറിയാത്തവരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഈ മധ്യതിരുവിതാംകൂറിൻ്റെ ക്യാരക്ടർ അവർ പഠിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും ഇടത്തരം കർഷക പ്രശ്നം എന്നൊക്കെ പറയുന്നു. എവിടെയാണ് ഈ കർഷകനുള്ളത്? കർഷകനില്ല, കർഷകൻ തീർന്നു. മലയോര മേഖലയാണ് അവരുടെ വോട്ട് ബാങ്കായിട്ട് പറയുന്നത്. ഇപ്പോൾ അവിടെ ആരാ ഉള്ളത്? ഈ വന്യമൃഗശല്യം കാരണം ഉള്ളവരെല്ലാം അവിടെ വിട്ടു പോവുകയാണ്. സെക്കൻഡ് ജനറേഷൻ അവിടെ ഇല്ല. കുറ്റ്യാടി പോലെയുള്ള കുടിയേറ്റ മേഖലകളിൽ നിന്ന് കുടിയിറക്കം നടക്കുകയാണ് പല കാരണങ്ങളാൽ. ഇതൊന്നും അഡ്രസ്സ് ചെയ്യാത്തവരാണ് ഈ ഒരു കാലത്ത് ഈ ജൂബായിട്ട് കിടന്ന ആളുകൾ. ഇപ്പം ജോസ് കെ മാണി പോലെയുള്ള പുതിയ ആളുകൾക്ക് മാത്രമേ ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജോസ് കെ മാണിക്ക് മാത്രമല്ല, ആ ഒരു റേഞ്ചിലുള്ളവർക്ക് അവരത് അഡ്രസ്സ് ചെയ്യുന്നുമുണ്ട്. പിന്നെ ഈ ജോസ് കെ മാണിയെക്കുറിച്ച് ആളുകൾ പറയുന്നത്, അദ്ദേഹം പലപ്പോഴും നെഗറ്റീവായിട്ട് പറയുന്നത് അദ്ദേഹം കെ മാണിയായിട്ട് കമ്പയർ ചെയ്യപ്പെടുന്നത് കൊണ്ടാണ്. അത് വലിയ മഹാന്മാരുടെ മക്കൾക്കെല്ലാം അനുഭവിക്കേണ്ടി വരുന്ന ഒരു പൊതു ട്രാജഡിയാണത്. വലിയ ആളുകളുടെ മക്കളെ കമ്പയർ ചെയ്യും, വലിയ എഴുത്തുകാരുടെ മക്കളെ കമ്പയർ ചെയ്യും, വലിയ നടന്മാരുടെ മക്കളെ കമ്പയർ ചെയ്യും. അതൊന്നുമല്ല. ഞാൻ മനസ്സിലാക്കുന്ന ജോസ് കെ മാണി വലിയ പ്രകോപനങ്ങളെ ചെറുക്കാറില്ല. അതുകൊണ്ടാണ് അദ്ദേഹം സംയമനത്തോടു കൂടി സംസാരിക്കുന്നത്. കാരണം അദ്ദേഹത്തെ പ്രകോപനങ്ങൾ ബാധിക്കുന്നില്ല. ശരി. അല്ല, ഇപ്പോഴത്തെ ഈ ഒരു ആശയക്കുഴപ്പത്തെ അതിജീവിക്കാൻ ഈ പറയുന്ന സംയമനം കൊണ്ട് സാധിക്കുമെന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? അതെ. ശരി.